ഹലോ, സേ ചിയേഴ്സ്. ഇന്നൊരു ഈസി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഇഡ്ലി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇഡ്ലി ഫ്രൈ ഉണ്ടാക്കാൻ ആദ്യം ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ചേർക്കുക. എണ്ണ പോരാന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിത് ചിപ്സ് ഉണ്ടാക്കിയ എണ്ണയാണ്, അതാണ് ഈ മഞ്ഞ കളറിലുള്ളത്. ഇനി മഞ്ഞ കളർ എന്താണെന്ന് വിചാരിക്കേണ്ട. ഇനി അതിലേക്ക് ഇഡ്ലി പീസസായി മുറിച്ച് വെച്ചതിനെ നമ്മൾ ഇട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് ബലത്തിൽ ഇളക്കണ്ട, പതുക്കെ ഒന്ന് ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയാൽ ഒക്കെ ഉപ്മാവ് പോലെയാവും. ഞാൻ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ടുള്ളൂ. അതുപോലെ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിം വേണ്ട. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാകും, കുറേ നേരം ഇട്ട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് ചെയ്യുക, അല്ല നമുക്ക് ഇഡ്ലി ഫ്രൈ കഴിക്കണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അതിന് ഇതുപോലെ ചെയ്യുകയും ചെയ്യാം. ഇനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇനി ആ കടായിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കണം. അതിൽ എരിവ് നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ്. നമ്മൾ സാമ്പാർ പൊടിയും ചേർക്കുമ്പോൾ അതിലും കുറച്ച് എരിവ് ഉണ്ടാവും, അതുകൊണ്ട് പാകത്തിന് ചേർത്താൽ മതി. ഇനി ഒരു 3 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചതിനെ ചേർക്കുക. ഞാനൊരു 9 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് നന്നായി വതങ്ങണ വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി നറുക്കി വെച്ച് അതിനെ ചേർത്ത് കൊടുക്കണം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുത്തോളൂ. തക്കാളി ഒന്ന് അടച്ച് വേവിച്ചാൽ വേഗം വെന്ത് കിട്ടും. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളമൊഴിച്ച് കൊടുക്കാൻ പാടില്ല. തക്കാളിക്ക് ആ കയ്യിലോണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. തക്കാളി കുറച്ചുകൂടെ കുക്കാവാനുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ അടപ്പ് മാറ്റിയിട്ട് അതിലേക്ക് 3.5 ടീസ്പൂൺ സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ബ്രാഹ്മൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ സാമ്പാർ പൊടിയിലൊക്കെ കുറച്ച് ഗരം മസാലയുടെ സ്മെല്ല് വരുന്നുണ്ട്, അതുകൊണ്ട് അതെനിക്കിഷ്ടമല്ല. ഇനി ഈ സാമ്പാർ പൗഡർ പച്ചമണം മാറാനായിട്ട് 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇതിലേക്ക് ചേർക്കണം. ഇനി മസാലയും ഇഡ്ഡലിയും കൂടെ മെല്ലെ ഇളക്കി യോജിപ്പിക്കണം. ഒരുപാട് സ്പീഡിൽ ചെയ്താലോ ബലത്തിൽ ചെയ്താലോ അത് ഉപ്മാവ് പോലെയാവും, പൊടിഞ്ഞു പോകും ആ ഇഡ്ഡലിയുടെ പീസസൊക്കെ. ബാക്കി വന്ന ഇഡ്ഡലി നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ച ഒരു വെറൈറ്റി ആവുകയും ചെയ്യും, നല്ല സ്വാദം ഉണ്ടാവുകയും ചെയ്യും. കുട്ടികളുടെ ടിഫിൻ ബോക്സിലും കൂടെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്തയക്കാം. ഇതിന് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് എളുപ്പപ്പണിയാണ്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതായി അരിഞ്ഞതിനെയും ഒന്ന് വെതറി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഇഡ്ലി ഫ്രൈ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു. ബൈ ബൈ.